പവർ ടി വി 24/7 വാരാന്ത്യ വാർത്താ വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ആഴ്ച വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഗൾഫ് ന്യൂസിൻ്റെ റെഫറൻസാണ്. NRI അലേർട്ട്. Indian Embassy in Abu Dhabi clarifies passport renewal service for Indian expatriates in UAE. UAEയിലുള്ള പാസ്പോർട്ട് സേവനത്തിൽ ചില സുതാര്യവും അതുപോലെ തന്നെ വളരെ കാര്യക്ഷമവുമാക്കിയിരിക്കുകയാണെന്നാണ് കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബൈ ഇന്ത്യൻ കൗൺസിലേറ്റ്. നമ്മുടെ ഇന്ത്യൻ കൗൺസിലിൻ്റെ ഒരു പത്ര സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പാസ്പോർട്ട് സേവനം വളരെ സുതാര്യമാക്കിയിരിക്കുന്നു. അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം BLS ഇൻ്റർനാഷണൽ തന്നെയാണ് ഇപ്പോഴും എല്ലാ സെൻറ്ററുകളിലും പാസ്പോർട്ട് റിന്യൂവൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാസ്പോർട്ട് സേവനം പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ട് അവർ മാറ്റിയിരിക്കുകയാണ്. ഒന്ന്, നോർമൽ പ്രോസസ്സിങ്. ഇപ്പോൾ എല്ലാ പാസ്പോർട്ട് എടുക്കുന്നതിന് നമുക്കെല്ലാം അറിയാം, പോലീസ് ക്ലിയറൻസസ് ഒരു അത്യന്താപേക്ഷിതമായ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഈ സുതാര്യമായ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നോർമലായിട്ടാണ് നമ്മളൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 3 to 4 വർക്കിംഗ് ഡേയ്സിനകത്ത് പാസ്പോർട്ട് കിട്ടും. അതിനകത്ത് വെച്ച് തന്നെ നമ്മുടെ എവിടെ നിന്നാണോ അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നുള്ള പോലീസ് ക്ലിയറൻസ് അതിനൊപ്പം തന്നെ ഇന്ത്യൻ കൗൺസിലേറ്റ് എടുക്കുകയും പാസ്പോർട്ട് 4 to 5 ഡേയ്സിനകത്ത് ഇഷ്യൂ ചെയ്യും എന്നാണ് ഈ പത്ര പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തൊരു സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സർവീസാണ് തത്കാൽ സർവീസ് എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തത്കാൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ നോർമൽ സർവീസിൻ്റെ പാസ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ BLSൻ്റെ വെബ്സൈറ്റിൽ പോയി നമ്മൾ ഏത് സെൻറ്ററിൽ നിന്നാണോ നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സെൻറ്ററിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ആ അപ്പോയിൻ്റ് പ്രകാരം നമ്മൾ അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതാണ് നോർമൽ പ്രോസസ്സിങ് ആയിട്ട് നമ്മളിപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തത്കാൽ സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു BLSൽ നിന്നുള്ള അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു BLS ഇൻ്റർനാഷണലിൻ്റെ പാസ്പോർട്ട് സെൻറ്ററിൽ ചെന്നാൽ അപ്പോൾ തന്നെ പാസ്പോർട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും, ഒരുപക്ഷെ 12 മണിക്ക് മുമ്പാണ് നമ്മൾ ആ BLS ഇൻ്റർനാഷണൽ എത്തുന്നതെങ്കിൽ അന്ന് ആ ദിവസം തന്നെ ഒരുപക്ഷെ പാസ്പോർട്ട് കിട്ടിയേക്കാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഇന്ത്യൻ കൗൺസിലേറ്റ് ഗ്യാരണ്ടി നൽകുകയാണ്, നെക്സ്റ്റ് ഡേ ഈ പാസ്പോർട്ട് തത്കാൽ സർവീസിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും പോലീസ് ക്ലിയറൻസ് ഇന്ത്യൻ കൗൺസിലേറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ BLS ഇൻ്റർനാഷണൽ അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിന് അഡീഷണൽ ഫീസ് ഉണ്ടായിരിക്കും. പക്ഷേ അഡീഷണൽ ഫീസ് ഉണ്ടെങ്കിലും ഒരുപക്ഷെ ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസിഡൻസിന് അത്യാവശ്യമായിട്ട് റിന്യൂ ചെയ്ത് നാട്ടിൽ പോകേണ്ട അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ നമുക്ക് തത്കാൽ സർവീസിലൂടെ ഈ ഒരു സർവീസിലൂടെ നമുക്ക് പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ പാസ്പോർട്ട് റിന്യൂവൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇതൊരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തത്കാൽ സർവീസ് നല്ലൊരു കാര്യക്ഷമമായ ഒരു മാറ്റം തന്നെയാണ്. മൂന്നാമത്തത് ഒരു സർവീസ് എന്ന് പറയുന്നത് ഈ പ്രീമിയം ലോഞ്ച് സർവീസാണ്. ഈ പ്രീമിയം ലോഞ്ച് എന്ന് പറയുമ്പോൾ BLS ഇൻ്റർനാഷണൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ക്യൂ ഒക്കെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് സമയമൊക്കെ ചിലവഴിച്ചാണല്ലോ നമ്മുടെ BLS ഇൻ്റർനാഷണൽ നോർമൽ പാസ്പോർട്ടിന് പോകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത്. അതിലുപരിയായിട്ട് നമ്മുടെ ഒരു പ്രീമിയം ലോഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വളരെ കെയർ ചെയ്യുന്നൊരു സർവീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ നോർമൽ സർവീസാണ്, അതിന് സെയിം ഡേയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടുന്ന തത്കാൽ സർവീസ് കിട്ടില്ല. നോർമൽ സർവീസ് തന്നെയായിരിക്കും, 4 to 5 വർക്കിംഗ് ഡേയ്സ് തന്നെയായിരിക്കും. പോലീസ് ക്ലിയറൻസോട് കൂടിയായിരിക്കും ആ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് തത്കാൽ സർവീസ് കൂടി പാസ്പോർട്ട് റിന്യൂവലിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. അത് എല്ലാ പ്രവാസി മലയാളികൾക്കും വളരെ പ്രയോജനപ്രദമായ ഒരു മാറ്റമാണ്. എല്ലാവരും അത് വിനിയോഗിക്കുക. പിന്നെ അതിൻ്റെ ഒരു താരിഫ് തന്നിട്ടുണ്ട്. പക്ഷേ ആ താരിഫ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ BLS ഇൻ്റർനാഷണൽ കയറിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചാർജസ് ഫോർ പാസ്പോർട്ട് റിന്യൂവൽ സർവീസ്, സാധാരണ ഒരു പാസ്പോർട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നോർമൽ പ്രോസസ്സിങ് ഫീസ് എന്ന് പറയുന്നത് 36 പേജസ്
ഉള്ള ഒരു ബുക്ക്ലെറ്റിൻ്റെ ഒരു പാസ്പോർട്ടാണെങ്കിൽ 285 ആണ്. ജംബോ, അതായത് 60 പേജസ് ജംബോ പാസ്പോർട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് 380 ദറംസുമാണ്. അപ്പം 285 അല്ലെങ്കിൽ 380 നോർമൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടത്, BLS ഇൻ്റർനാഷണൽ പേ ചെയ്യേണ്ടത്. തത്കാൽ സർവീസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 36 പേജസിന് 855 ദറംസാണ്. അപ്പം ഏകദേശം ഡബിൾ ദ പ്രൈസാണ്. അപ്പം ഒരുപാട് കുറച്ച് രൂപ അധികമാകും. ഇതിൽ തന്നെ അതിൻ്റെ തന്നെ ഒരു മടങ്ങ് കൂടുതലാണ്. എങ്കിലും സെയിം ഡേ നെക്സ്റ്റ് ഡേ പാസ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കും. അതിൻ്റെ 36 പേജുള്ള ഒരു തത്കാൽ സർവീസിലൂടെ എടുക്കുന്ന പാസ്പോർട്ടിന് 855 ദറംസും 60 പേജുള്ള ജംബോ ബുക്ക്ലെറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 950 ദറംസുമാണ് തത്കാൽ സർവീസിൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ഫീസ്. സർവീസ് ചാർജസ് അതിന് ഉപരി BLSൻ്റെ സർവീസ് ചാർജസ് 9 ദറംസാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിലേക്ക് എഴുതിയിട്ടുണ്ട്, അത് 8 ദറംസാണ്. പ്രീമിയം ലോഞ്ച് സർവീസ് ചാർജ് എന്ന് പറയുന്നത് 236.25 അപ്പാർട്ട് ഫ്രം ഓൾ അതർ സർവീസ് ചാർജസ് ആൻഡ് ഫീസ്. ഇത് ഇപ്പം നമുക്ക് ഒരു BLS ഇൻ്റർനാഷണൽ ചെന്നിട്ട് ഒരു പ്രീമിയം ലോഞ്ച് സർവീസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാസ്പോർട്ട് റിന്യൂവൽ പ്രോസസ്സിൻ്റെ ഫീസിന് ഉപരിയായിട്ട് അഡീഷണലായിട്ട് 236.25 ദറംസ് കൂടി കൊടുക്കേണ്ടി വരും. എല്ലാ മലയാളികൾക്കും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും. എല്ലാവർക്കും ഇത് നമുക്ക് അറിയാവുന്ന മറ്റു ആളുകളിലേക്കും കൂടി ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. എല്ലാവരും ഈ ഒരു അവസരം വിനിയോഗിക്കുക. അടുത്തതായിട്ട് ഈ വാർത്താ മാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് NRIകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. NRI ഫേസ് ഹയർ ടാക്സസ് ഓൺ ഇന്ത്യ പ്രോപ്പർട്ടി സെയിൽ. സത്യത്തിൽ ഇത് ഒരു വലിയ വിഷയമാണ്. അത് മൊത്തത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു NRI ഫേസ് ഹയർ ടാക്സസ് ഓൺ ഇന്ത്യ പ്രോപ്പർട്ടി സെയിലിനെ കുറിച്ച് 96.7 ലാസ്റ്റ് വീക്കിൽ അവരുടെ ഫേസ്ബുക്കിൽ ചെന്നാൽ സുജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. അതിൽ അതിനെക്കുറിച്ച് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദപരമായ, കാരണം ഇതൊരു ടാക്സേഷൻ്റെ നോംസും കണ്ടീഷൻസും ഒക്കെയാണ്. അത് എനിക്ക് ഈ ഒരു വാർത്താ അവലോകനത്തിലൂടെ വിശദീകരിച്ചിരിക്കുക പറയുക എന്നതൊരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെൻ യു സെൽ എ പ്രോപ്പർട്ടി യു മൈറ്റ് ഹാവ് ദ പേ ടു ടാക്സ് ഓൺ ദ പ്രോഫിറ്റ് യു മേക്ക് ദിസ് ഇസ് കോൾഡ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്നത് നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി വിൽക്കുമ്പോൾ ഇന്ത്യൻസ് ആയിരുന്നാലും നോൺ റെസിഡൻസ്, അപ്പോൾ പ്രവാസി ആയിരുന്നാലും ഒരേ ഒരു റൂൾസ് ആയിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഈ നിയമമാറ്റത്തിലൂടെ റെസിഡൻസുകൾക്ക് ഉള്ള ഫീസ് വേറെ, എക്സ്പാട്രിയേറ്റ്സിന് അതായത് പ്രവാസികൾക്കുള്ള ഫീസ് വേറെയായിട്ട് അതിനെ വേർതിരിച്ചിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയിലുള്ള റെസിഡൻസുകാർ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഹയർ പ്രൈസിന് വിൽക്കുമ്പോൾ തന്നെ അതിന് ആ ഒരു പ്രോഫിറ്റിൻ്റെ റേഷ്യോ അനുസരിച്ച് ടാക്സ് മാത്രം കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അവർക്ക് 12% ഒരു കോമൺ ടാക്സ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഈ ടാക്സേഷൻ കംപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം ഇന്ത്യൻ റെസിഡൻസ് ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി വിൽക്കുമ്പോൾ അവർ ആ പ്രോഫിറ്റിൻ്റെ ഇനി അവർക്ക് എത്ര ലോസ് ആണോ പ്രോഫിറ്റാണോ ഒന്നും കൂടാതെ തന്നെ ഒരു ഡിഫോൾട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പോളിസിയുടെ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഇത് ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 96 സുജിത് കുമാർ എന്ന് പറഞ്ഞൊരാളുടെ യൂട്യൂബ് ഉണ്ട്. അതിശക്തമായ പ്രതിഷേധങ്ങൾ ഈ കാര്യത്തിൽ ഇന്ന് പ്രവാസി മലയാളികളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുജിത്ത് എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിവേചനം എടുത്തു മാറ്റി എല്ലാവർക്കും ഒരേ തുല്യമായ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മിസ്റ്റർ സുജിത്ത് എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലോ അദ്ദേഹം നടത്തിയൊരു അഭിമുഖം 96.7 നടത്തിയൊരു അഭിമുഖവും നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പലപ്പോഴും നമുക്ക് ഒരുപാട് നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങുന്നതിലൊക്കെ വളരെ പ്രവാസികളായ ആളുകൾ ഒരു മുൻകൈയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ടാക്സേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും ഈ വാർത്ത
റെഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ദ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പാർട്ട് ഓഫ് ദ സുപ്രീം കൗൺസിൽ ഫോർ ഫാമിലി അഫേഴ്സ് ഇൻ ഷാർജയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗൈഡ് ലൈൻസ് ഫോർ പാരൻസ് ടു കീപ് കിഡ്സ് സേഫ് ഔട്ട്ഡോഴ്സ് ദിസ് വിൻ്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ഒരു വിൻ്ററിൽ കുട്ടികൾ വെളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില ഗൈഡ് ലൈൻസുകൾ ഈ ചൈൽഡ് അതോറിറ്റീസ് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് എൻഷുർ കിഡ്സ് വെയർ ബൈസിക്കിൾ സേഫ്റ്റി ഗിയർ. കാരണം ഇപ്പം ഒരുവിധമുള്ള എല്ലാ കുട്ടികളും ചെറുതും വലുതുമായിട്ടുള്ള സൈക്കിൾസുകൾ, വളരെ സ്പോർട്ടി ആയിട്ടുള്ള സൈക്കിൾസൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർ അതിൻ്റെ ആ സൈക്കിൾ ഓടിക്കുമ്പോൾ അവരുടെ എൻഷുർ കിഡ്സ് വെയർ ബൈസിക്കിൾ സേഫ്റ്റി ഗിയർ ഉപയോഗിക്കുക. കാരണം അവർ ഹെൽമെറ്റ് ഉപയോഗിക്കുക, ജാക്കറ്റ്സ് ഉപയോഗിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം പാരൻസുകൾ ശ്രദ്ധിക്കണമെന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ചൈൽഡ് അതോറിറ്റി ഈ ഗൈഡ് ലൈൻസിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറിങ് മെഡിസിൻസ് സെക്യൂറിങ് ആൻഡ് ഔട്ട് ഓഫ് ചിൽഡ്രൻ. പലപ്പോഴും നമ്മുടെ അലക്ഷ്യമായിട്ട് കുട്ടികൾ ഉള്ള സ്ഥലങ്ങളിൽ മെഡിസിൻസുകളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻസൊക്കെ കഴിവതും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ സ്റ്റോർ ചെയ്യണമെന്ന് കൂടി ഈ ചൈൽഡ് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻ ടിപ്സിൽ എടുത്തു പറയുന്നുണ്ട്. ഫയർ പ്രിവെൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ഇപ്പോൾ എല്ലാ മിക്ക വീടുകളിലൊക്കെ ഫാമിലിയിൽ കുട്ടികളെ നോക്കാൻ നിൽക്കുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സുകൾ, അവർ കൂടെ കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. വണ്ടിയിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഡോറിൻ്റെ ലോക്സുകൾ, പലപ്പോഴും ചൈൽഡ് ലോക്സ് എല്ലാ വണ്ടിയിലും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പക്ഷേ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ചൈൽഡ് ലോക്സ് ഇടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവോയ്ഡ് ലീവിങ് ചിൽഡ്രൻ അൺഅറ്റൻഡഡ് ഇൻ വെഹിക്കിൾസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പലപ്പോഴും ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് ലൈഫാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ വണ്ടിയിലിരുത്തിക്കൊണ്ട് പോകുന്നൊരു പ്രവണതയുണ്ട്. ആ പോകുന്ന സമയത്ത് കുട്ടികൾ വണ്ടി ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലാസ് മൊത്തം അടച്ചിട്ട് ലോക്ക് ചെയ്ത് പോകും, അറിയാതെ പോകുന്നതാണ്. പക്ഷേ അത് ഒരു ഫെറ്റാലിറ്റിക്ക് എത്താറുണ്ട്. പല ഇൻസിഡൻറ്റുകളും ഇത് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ചൈൽഡ് അതോറിറ്റി ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്നുള്ളൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എല്ലാ പാരൻസും ഇത് ശ്രദ്ധിക്കുക. മറ്റൊരു വളരെ സന്തോഷമുള്ളൊരു വാർത്ത എന്നത് എത്തിഹാദ് റെയിൽ അബുദാബി ടു ദുബായ് ഇൻ 30 minutes പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. UAEയുടെ നമ്മുടെ എല്ലാ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണ്. അബുദാബിയിൽ നിന്ന് ട്രെയിനിൽ നമ്മൾ കയറിയാൽ ദുബായിൽ 30 minutes തൊട്ടുന്ന ഒരു പദ്ധതിയാണ്. 350 km/h ട്രെയിൻ ഓടുന്നത്. അതുകൊണ്ട് തന്നെ 30 minutes നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ദുബായിയുടെ അത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ദുബായ് മെട്രോയിൽ അത് കണക്ട് ചെയ്യുകയും നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് പോകാനും പറ്റും. അത് ഈ ഒരു പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഹൗ വെൽ ഡു യു നോ യുവർ കാർ, മോസ്റ്റ് ഡ്രൈവേഴ്സ് ആർ ക്ലൂലെസ്. നമ്മൾ പലപ്പോഴും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മൾ വണ്ടി ഓടിക്കുമെങ്കിലും വണ്ടിയുടെ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് നമ്മളെപ്പോഴും അവബോധം ആണ് എപ്പോഴും നമുക്കുള്ളത്. നമ്മൾ വണ്ടി ഓടിക്കുക, ഡ്രൈവ് ചെയ്യുക, പോവുക, ചില സമയത്ത് ഒരു 5000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിങ്ങിലാണ് പലപ്പോഴും നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ പത്രമാധ്യമത്തിലൂടെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് നമ്മൾ വണ്ടി വളരെയധികം നമ്മുടെ മനുഷ്യൻ്റെ ഹെൽത്ത് ചെക്കപ്പ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വണ്ടിയുടെ ചെക്കപ്പ്. കാരണം UAEയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ട്രാക്കാണ്. വളരെ ലക്ഷക്കണക്കിന് വണ്ടികൾ ചീറിപ്പായുന്ന ഒരു സ്ട്രീറ്റാണ് UAE സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമ്മുടെ ചിലപ്പോൾ വാർണിങ്സ് ഒക്കെ വരാറുണ്ട്. ഡാഷ്ബോർഡിൽ കാണിക്കുന്ന ചില സിഗ്നൽസുകൾ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും കാണിക്കുന്നത് ചിലപ്പോൾ ബാറ്ററിയുടെ എന്തെങ്കിലും അഭാവം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഓയിലിൻ്റെ കുറവുണ്ടെങ്കിലോ, എന്തെങ്കിലും ടയറിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് സയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള സയൻസുകൾ വരുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയിൽ കാണിക്കുന്ന സയൻസ് സീരിയസ് ആയി എടുക്കുക. 2, ഓയിൽ ചേഞ്ചസ്. ഇപ്പം നമ്മൾ പലപ്പോഴും ഓയിൽ ചേഞ്ചസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിങ്ങിൽ പലപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കാറുണ്ട്. തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ളതാണ്. എപ്പോഴും നമ്മൾ വണ്ടി ഫ്രീക്വൻ്റായിട്ട് നമ്മുടെ ഓയിലിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഓയിലില്ലാതെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫർദർ
റിസ്കിന് സാധ്യതയുണ്ട്. ഒരുപാട് കോൺസിക്വൻസസും അല്ലെങ്കിൽ അതിലൂടെ ഒരു വലിയ റിപ്പയറിങ് കോസ്റ്റ് നമ്മൾ ചിലപ്പോൾ ബെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം, രണ്ടാമത്തൊരു കാര്യം, വണ്ടിയുടെ ഈ ഒരു ഓയിൽ ചേഞ്ച് കൃത്യമായി ചെയ്യുക. മൂന്നാമത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഓവർലുക്കിംഗ് ബ്രേക്ക് ഇൻസ്പെക്ഷൻസ്. പലപ്പോഴും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫിസിക്കലി തന്നെ അവർ ചെക്ക് ചെയ്തിട്ട് പറയും ഈ ബ്രേക്ക് പാഡ് തേഞ്ഞ് തീർന്നിട്ടുണ്ടോ ഇല്ലെന്ന് അവർക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു 60-70% അതിൻ്റെ ബ്രേക്ക് പാഡ് തേഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്രേക്ക് പാഡ് മാറ്റിയിടണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരു ഫാസ്റ്റ് ട്രാക്കിലൂടെയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സഡൻ ബ്രേക്കൊക്കെ ചെയ്യുന്നൊരവസരത്തിൽ ഒരുപക്ഷെ നമ്മുടെ ലോസ് ഓഫ് കൺട്രോൾ വരാനുള്ള സാധ്യത, അതിലൂടെ ആക്സിഡൻറ്റ് സംഭവിക്കാം. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി വണ്ടിയുടെ ബ്രേക്ക് വളരെ മർമ്മപ്രധാനമായൊരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലൂയിഡ്സുകൾ, വണ്ടിക്ക് ഒഴിക്കേണ്ടതായ ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ചാൽ മാത്രമേ എൻജിൻ്റെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെയുള്ള ഫ്ലൂയിഡ്സുകളുടെ അഭാവത്തിൽ വണ്ടിക്ക് ഒരു മേജർ റിപ്പയറിംഗ് കോസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ലൈറ്റ്സുകളുണ്ട്, ഓവർസൈറ്റ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കി നല്ല സുരക്ഷിതമായ ഒരു വണ്ടി ഓടിക്കുന്നതിന് വേണ്ടി വണ്ടിയുടെ ഹെൽത്ത് ചെക്കപ്പ് എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ദുബായ് ഹെൽത്ത് അതോറിറ്റി ലിസ്റ്റ് 7 കോമൺ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഫക്റ്റിംഗ് മെൻ. ഇതൊരു ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് എങ്കിലും ഞാൻ അതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറയുകയാണ്. പലപ്പോഴും ഈ കമ്പയറിങ് ടു ദ ലേഡീസിനെ അപേക്ഷിച്ച് ജെൻസ് ഒരിക്കലും ഈ ഹെൽത്ത് കെയറിൽ ഒരുപാട് പിന്നിലാണ്. പലപ്പോഴും ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വർക്കിൻ്റെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ടൈം കൺസംഷൻ്റെ ഒക്കെ കാര്യങ്ങളുള്ളത് കൊണ്ടാവാം പലപ്പോഴും ഈ പുരുഷന്മാർ ഹെൽത്ത് ചെക്കപ്പിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ് എന്നാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു ഇഷ്യൂഡ് എ ഹെൽത്ത് അലേർട്ട് ലിസ്റ്റിംഗ് ദ 7 മോസ്റ്റ് കോമൺ diseases affected men and highlighting the importance of regular health checkups and preventive care. അപ്പം നമ്മുടെ ഉറക്കമില്ലായ്മയുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോളിൻ്റെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഉറക്കമില്ലായ്മ, ഹൈപ്പർ ടെൻഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ കോമണായിട്ട് നമ്മുടെ പ്രത്യേകിച്ചും കൂടുതലും കാണുന്നത് പുരുഷന്മാരിലാണ്. പലപ്പോഴും നമ്മളത് ഇഗ്നോർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളതിന് പെട്ടെന്നുള്ള ഒരു കുറുക്ക് വഴിയിലൂടെ അതിന് ചിലപ്പോൾ ഒരു പരിഹാര മാർഗവും നമ്മൾ തേടാറുണ്ട്. അതിലുപരി അതൊന്നും അല്ലാതെ തന്നെ റെഗുലറായിട്ട്, പ്രത്യേകിച്ചൊരു പ്രത്യേക ഏജൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്. കാരണം ദുബായ് ഈസ് ദ മോസ്റ്റ് റിലവൻറ്റ് സിറ്റി ഫോർ സേഫ് ഗാർഡിങ് പീപ്പിൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ലോകത്തെ ഏറ്റവും ഉന്നതമായ രാഷ്ട്രങ്ങളിലൊന്നാണ് UAE. അതുകൊണ്ട് തന്നെ UAEയുടെ ഇനിഷ്യേറ്റീവിൽ ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ UAEയുടെ നൽകുന്ന ഈ ഒരു മാർഗനിർദ്ദേശം എല്ലാ പുരുഷന്മാരും ഗൗരവത്തോടു കൂടി എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് വരുമ്പോൾ മലയാള സിനിമയിലെ ഡൊമിനിക് വളരെ വിജയത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ റിവ്യൂസുകൾ നോക്കുമ്പോൾ നല്ല അഭിപ്രായമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചിത്രമാണ്. സിനിമ കാണുന്നവർക്ക് ഡൊമിനിക് നല്ലൊരു ചിത്രമായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊരു പടം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, മുഫാസ. യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മൂവിയാണ്. എല്ലാവരും ഭയങ്കരമായ ഒരു റിവ്യൂസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മുഫാസ. ദ ലയൺ കിങ് എന്നാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ. ഇൻ്റർനാഷണൽ ചിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് മുഫാസ ഒരു നല്ല ചിത്രമായിരിക്കും. രേഖാചിത്രം നല്ല വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളിതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. ഇൻ്റർനാഷണൽ ചിത്രം പുറമെ ഗ്ലാഡിയേറ്റർ, എനിക്ക് തോന്നുന്നു റെക്കോർഡ് കളക്ഷൻസിൽ നിന്ന് UAEയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. കാരണം മാസങ്ങളായിട്ട് ഈ ചിത്രം പല ഘട്ടങ്ങളിലായിട്ട് UAE തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാഡിയേറ്റർ സെക്കൻഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ്റർനാഷണൽ മൂവി ദ പീപ്പിൾ ക്യാൻ ചൂസ്. സിനിമാ വിശേഷങ്ങൾ ഇത്രയാണ്. വാരാന്ത്യ വിശേഷവുമായി ഇതേ സമയം ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.